നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അടുക്കളയിലാണ് നിൽക്കുന്നത്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണെന്നല്ലേ? അതെ, ഞാനിന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോണത്. വേറെ ഒന്നുമല്ല, നമ്മുടെ വീട്ടിൽ ഇന്നലെ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ച് ചിക്കൻ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാ? വേറെ ഒന്നിനല്ല, എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വെച്ച് എടുത്തു വെച്ചതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നെന്തായാലും ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ കൂടുതൽ വലിച്ചു നിർത്തുന്നില്ല, നമുക്ക് എങ്ങനെയാണ് കട്ട്ലേറ്റ് ഉണ്ടാക്കണമെന്ന് കാണാം. ഓക്കെ, വാ. ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ ആവശ്യമുള്ളത് ചിക്കനാണ്. അങ്ങനെ ചിക്കൻ നല്ലോണം ഞാൻ കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ എല്ലില്ലാത്ത പീസുകളാണ് കേട്ടോ, ബോൺലെസ് പീസാണ് ഇത് കൂടുതലും. അങ്ങനെ അടുത്തതിന് നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ പാൻ വെച്ചിട്ട് അതിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുത്തു. അതിലേക്ക് ഒരു തേരി ഉപ്പ് ഇട്ട് കൊടുത്തു, കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. കുരുമുളകിനെ പൊടിക്കാത്ത പൊടി ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. പിന്നെ ഇതേ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അത് ഞാൻ അടച്ച് വെക്കുകയാണ് കേട്ടോ വേവാനായിട്ട്. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് തന്നെ ഇതേപോലെ ഒരു കുക്കർ എടുത്തിട്ട് 2 ഉരുളൻകിഴങ്ങ് ഇതേപോലെ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് കുക്കറിലിട്ടിട്ട് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. ഇപ്പുറത്ത് ഞാൻ 1 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ചിക്കനിലെ വെള്ളമൊക്കെ വറ്റി ഇതേപോലെ ആയിട്ടുണ്ടാവും കേട്ടോ, വെന്തിട്ട്. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ റെഡിയാക്കാനുണ്ട്. ആദ്യം തന്നെ ഞാൻ ഇതേപോലെ ഉള്ളി എടുത്തിട്ട് ഇതേപോലെ ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എൻ്റെ അവസാനം വന്നിട്ട് അവനക്ക് ഇതേപോലെ ചോപ്പർ ഉപയോഗിക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഒപ്പിട്ടിട്ട് ഇതേപോലെ ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. കുഞ്ഞിതായിട്ട് നല്ലോണം ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതേ അവസാനം കൂടി എന്നെ സഹായിക്കുന്നുണ്ട് കേട്ടോ ചോപ്പ് ചെയ്തെടുക്കാനായിട്ട്. അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. എൻ്റെ ഇടയിൽ പിന്നെ സ്നേഹപ്രകടനത്തിനും യാതൊരു കുറവും ഇല്ല കേട്ടോ. അങ്ങനെ അവൻ്റെ കൂടെ ഇരുന്നിട്ട് ഇതൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഞാൻ. അതെല്ലാം കൂടി ഒരു പാത്രത്തേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. പച്ചമുളക് അതിൻ്റെ ഇടയിൽ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ അവസാനം ഇതേ പാപ്പു വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പാപ്പു പാത്രം എടുത്തിട്ട് ആദ്യം ഗുഡ്ഡയുടെ ബിസ്ക്കറ്റ് കൊടുത്തു. അപ്പോൾ അവനക്കത് വേണ്ട. പിന്നെ ഒരു കോഫീൻ്റെ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, അതെടുത്ത് കൊടുത്തപ്പോഴാണ് അതായിരുന്നു അവനക്ക് വേണ്ടതെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. സ്വന്തമായിട്ട് തന്നെ എടുത്തിട്ട് തിന്നാൻ നോക്കുക കേട്ടോ. ഞാൻ ഒരെണ്ണം എടുത്ത് കൈ കൊടുത്തപ്പോൾ അവന് പോരാ, അവനക്ക് സ്വന്തമായിട്ട് എടുക്കണം. അങ്ങനെ പാക്കറ്റ് മുഴുവൻ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് ഒരെണ്ണം ഞാൻ എടുത്തിട്ട് അവൻ്റെ വായിൽ വെച്ച് കൊടുത്തിട്ടോ. അവന് ഇഷ്ടപ്പെട്ടു അത്. പക്ഷെ അവൻ ആ പാത്രത്തിൽ തപ്പിയത് വേറൊരു സാധനമായിരുന്നു, തക്കാളി മുറുക്ക്. അത് തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ വായിലും വെച്ച് തന്നു ഒരു കഷ്ണം. അങ്ങനെ പിന്നെ ഒരു ബിസ്ക്കറ്റ് അങ്ങനെ തന്നെ എടുത്തിട്ട് ഞാൻ അവൻ്റെ കയ്യിൽ കൊടുത്തു കേട്ടോ കഴിക്കാനായിട്ട്. അങ്ങനെ അതും കഴിച്ചിട്ട് അസാനുദേ സൈഡിൽ ഇവിടെ ഇരിക്കുകയാണ്. ഇനി നമുക്ക് ബാക്കി പരിപാടികൾ നമ്മുടേത് നോക്കാം കേട്ടോ. ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ, ഈ അസാനു എൻ്റെ മോനാണോ എന്ന്. എൻ്റെ മോനൊന്നും അല്ല, പക്ഷേ അതിനെക്കാട്ടിയും വലിയൊരു ബന്ധം ഞാനും അസാനും തമ്മിൽ ഇപ്പം ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാൻ. ഇതേപോലെ ഒരു പാൻ ഞാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരുമിച്ച് ചോപ്പ് ചെയ്താ കേട്ടോ, അത് ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴട്ടുന്നുണ്ട്. അത് വഴണ്ട് വരുമ്പോൾ തന്നെ ഞാൻ കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതേ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വാട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. വാടി വന്നു എന്ന് മനസ്സിലാകുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സ്പൂൺ നമ്മുടെ ഗരം മസാലേൻ്റെ പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ലോണം ഒന്ന് വാടി വരണം. വാടി വന്നതിന് ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ, വെന്ത് കിട്ടിയ ചിക്കൻ ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതേപോലെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക കേട്ടോ. നല്ല ചൂടുണ്ട്, അതുകൊണ്ട് ഒരു 10 മിനിറ്റ് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതേപോലെ കൈ കൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക കേട്ടോ. ഈ പരുവത്തിൽ വേണം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാനായിട്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കട്ട്ലേറ്റിന്റെ ഷേപ്പ് ഉണ്ടാക്കി എടുക്കാന്നാണ്. ഇതേപോലെ കുഞ്ഞു ബോൾസ് ആക്കി എടുത്തിട്ട് അതൊന്ന് കൈ വെച്ച് പരത്തി നല്ല കട്ട്ലേറ്റിന്റെ ആ ഒരു ഷേപ്പ് ഇതേപോലെ ആക്കി എടുത്തു കേട്ടോ ഞാനൊരു 6 എണ്ണം. അടുത്തതായിട്ട് ആവശ്യമുള്ള ഇതേപോലെ ഒരു മുട്ട ബീറ്റ് ചെയ്തതാണ്. ആൻഡ് പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡിന്റെ പൊടിയാണ് കേട്ടോ, ബ്രെഡ് പൊടിച്ച പൊടിയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്ക് വേണ്ടതൊന്നുമില്ല, ഇതേപോലെ ഓരോ കട്ട്ലേറ്റും എടുക്കുക. ഈ മുട്ടയിലൊന്ന് മുക്കിയതിന് ശേഷം ബ്രെഡിന്റെ പൊടിയിലേക്കും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അതുകൊണ്ട് പൊതിഞ്ഞെടുക്കണം കേട്ടോ. അതെ, ഇതേപോലെ ആക്കിയെടുക്കണം. ഇനി ഒന്നുമില്ല, നമ്മുടെ എണ്ണയിലേക്ക് ഈ കട്ട്ലേറ്റ് എല്ലാതും നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ വേവാനായിട്ട്. ഇതിൽ ഓൾറെഡി എല്ലാതും വെന്തതാണ്. ചിക്കൻ ആയാലും ഉരുളക്കിഴങ്ങ് ആയാലും മസാല ആയാലും എല്ലാം വെന്തതായതുകൊണ്ട് തന്നെ ഒരുപാടിട്ട് കരിയുന്നത് വരെ വെക്കേണ്ട, കുറച്ച് വേകുമ്പോൾ തന്നെ നമുക്ക് എടുക്കാം കേട്ടോ. അങ്ങനെ എൻ്റെ കട്ട്ലേറ്റ് ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടോ, നല്ല മണമുണ്ട്. കുറച്ച് സോസും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ചു നോക്കാം, കൊള്ളാമോ എന്ന് അറിയണ്ടേ. ചൂടുണ്ട്, കൊള്ളാം. ഞാൻ ഉണ്ടാക്കിയത് പറയല്ല, കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ടേസ്റ്റ് ഉണ്ട്.
ടേസ്റ്റ് ഉണ്ട്. ഞാൻ വെച്ചുകൊണ്ടാണെന്ന് അറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ അടുത്ത ദിവസം വേറെ കാലത്ത് പരിപാടിയായിട്ട് ഞാൻ വീണ്ടും വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ.